നമുക്കിപ്പം ഈ പോലീസിന് പരാതി നൽകിയ ദിനേശൻ കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ദിനേശൻ, ഇപ്പോൾ ഇന്നലെ മുതൽ ഈ CCTV ദൃശ്യങ്ങൾ താങ്കളും കണ്ടു കാണുമല്ലോ. അന്ന് ഇപ്പം നമ്മൾ ഔസേപ്പിന്റെ ഭാഗം അദ്ദേഹത്തിന്റെ വേർഷൻ കേൾക്കുകയായിരുന്നു. എന്താണ് ശരിക്കും ഹോട്ടലിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് താങ്കൾ പരാതി നൽകിയത്? ഞാനും എന്റെ ചേട്ടന്റെ മോനോട് ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നതാണ്. ആ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ചിക്കൻ വളരെ മോശമായിരുന്നു, വെന്തിട്ടുണ്ടായിരുന്നില്ല. ശരി. ആ ഹോട്ടലിൽ തിരക്കുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ ചിക്കൻ സമയം വൈകിട്ടാണ്. ആ സമയമൊക്കെ അവിടെ അറിയാലോ. അപ്പൊ തീരെ വെന്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് മനുഷ്യന് ചിക്കൻ വെന്തിട്ടില്ല പറഞ്ഞപ്പോ വേണമെങ്കിൽ തിന്നാൻ മതി കൊണ്ട് ആൾ പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് പാർസലാക്കി തന്നോളൂ പറഞ്ഞിട്ട് ആ എറിഞ്ഞ സീന അവിടെ കിടപ്പുന്നുണ്ട്. അപ്പൊ പുള്ളി പാർസലാക്കി തന്നിട്ട് എറിഞ്ഞതിന് ശേഷം ആ മാനേജർ വന്നിട്ട് ഇവിടെ ആരും പരാതി പറയാറില്ല ഞങ്ങളുടെ ഹോട്ടലിനെ കുറിച്ചിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കുക്കാണ്, ഞാൻ ഗൾഫിലും മറ്റെല്ലാവരും ചെയ്ത ഒരു നല്ലൊരു കുക്കാണ്. ഇത് കണ്ടപ്പോ പ്രതികരിച്ചു, സാറിന് എനിക്ക് പാർസൽ തന്നോളൂ പറഞ്ഞു. ആ പാർസൽ എനിക്ക് എറിഞ്ഞു തന്ന സീന് എന്റെ മൊബൈലിൽ എപ്പോഴും ഉണ്ട്. പാഴ്സൽ താങ്കൾക്ക് എറിഞ്ഞു തന്നു? അതിന്റെ തിട്ടുമേൽ എറിഞ്ഞ ആ ഫോട്ടോ എന്റെ ഇപ്പോഴും ഞാൻ ഭദ്രമായി എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിലല്ല തന്നു, അതങ്ങനെ ഉമ്മർപ്പിക്ക് എറിഞ്ഞാ തന്നു അടുത്തൊരു വെയിറ്റർ. എന്നതിന് ശേഷം എല്ലാവരും 3-4 കൂടി പുറത്തു വന്നു. എന്താ ഞങ്ങളുടെ ഭക്ഷണത്തിന് കുറ്റം ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറ്റമുള്ളത് കൊണ്ടാണ്, ചിക്കൻ വെന്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവിടെ വെച്ചിട്ട് ഈ ബിരിയാണി തിന്നിട്ട് പോയാൽ നിങ്ങളുടെ പെരിയാടി മോനെ എന്ന് പറഞ്ഞു എന്നോട്. കേൾക്കുന്നുണ്ടോ? ഈ ഹോട്ടലിനകത്ത് വെച്ചാണോ ഇത് സംഭവിച്ചത്? പുറത്ത് CCTVയില് വ്യക്തമായി CCTVയില് ക്രൈംബ്രാഞ്ച് ആര് എനിക്ക് കാണിച്ചു തന്നു. എന്നെ മൊഴിയെടുക്കുമ്പോ എവിടെ എന്താ ചെയ്ത അവർ കാണിച്ചു, അവർ കാണുന്നുണ്ട്. ഇവര് ഡിലേറ്റ് ചെയ്ത കളഞ്ഞ സാധനം അവിടുത്തെ SI പോയി പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ച് അവർ പോയി നോക്കിയപ്പോ എന്റെ വായിൽ കുത്തിത്തിരിക്കുന്നു, എന്നെ തല്ലണതും കണ്ടിട്ടാണ് മറ്റേ ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം ഞാൻ ഈ 5-6 ആളും കൂടി പിന്നെ എന്നെ മുത്തോട്ടിന് കുടിക്കാനും ഈ ഔസേപ്പിന്റെ മകൻ എന്നെ മറച്ചു നിന്ന് കുത്തുന്നതും ഇടിക്കുന്ന സീനൊക്കെ അവിടെ ഉണ്ട്. ഹോട്ടലിന് പുറത്ത് വെച്ച്. അപ്പൊ ആ സമയത്ത് ഹോട്ടലിൽ താങ്കൾ തന്നെ പറഞ്ഞു ഹോട്ടലിൽ കുറെ ആൾക്കാരുണ്ട്, ഫുള്ളായിരുന്നു എന്ന്. ആരും താങ്കളെ രക്ഷിക്കാനൊന്നും വന്നില്ലേ? ഒരാളും വന്നില്ല, ഒക്കെ VIP ടീമല്ലേ. അപ്പൊ എന്നെ പുറത്ത് വെച്ചിട്ടാ അടിക്കുന്നത്. എന്നെ പുറത്ത് വെച്ച് ഇടിക്കുന്നതും വായില് ബിരിയാണി പൊട്ടിച്ച് ആ കവറ് പൊട്ടിച്ച് എന്റെ വായിൽ കുത്തിത്തിരിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ബിരിയാണിയോടെ ചെന്നപ്പോ അവര് പറഞ്ഞു, ഇടി കിട്ടി ചോദിച്ചു. എനിക്ക് എല്ലാവരും കൂടെ എന്നെ ചേർന്ന് ഇടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകും, തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടെ TT എടുത്ത് എന്നെ ട്രീറ്റ്മെന്റ് നടത്തി. എന്നതിന് ശേഷം ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അവരവിടുന്ന് അപ്പൊ തന്നെ CCTV പരിശോധിച്ചപ്പോ ഇവര് നുണ പറഞ്ഞു, ഞങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, CCTV പരിശോധിച്ചപ്പോൾ പോലീസ് എന്താണ് പറഞ്ഞത് താങ്കളോട്? എന്നോട് പറയല്ല, ഞാൻ പരാതി കൊടുത്തു, എന്നെ തല്ലിന്ന് ഉറപ്പാണെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ SI CCTV പരിശോധിക്കാൻ പറഞ്ഞപ്പോ ഇവരെന്നെ തല്ലുന്ന സീൻ അവിടെ കാണുന്നുണ്ട്. അന്നതിന് ശേഷമാണ് ഇവരെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് ഇവര് വിളിച്ചു വരുത്തിട്ട് ഞങ്ങൾ തല്ലിയിട്ടില്ല, ഞങ്ങളുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു, ഞങ്ങളുടെ ഒരുപാട് 2-3 ടേബിൾ തല്ലി പൊട്ടിച്ചു പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കള്ളനുണ പറഞ്ഞു. അപ്പൊ അതിനുശേഷം അവര് നോക്കിയപ്പോ അവരെന്തൊക്കെയോ CCTV നോക്കിയപ്പോ എന്റെ വായിൽ ബിരിയാണി കുത്തിത്തിരുന്ന സീന് കാണുന്നതാണ് പറഞ്ഞിട്ടാണ്. അവര് തല്ലിയോ ഇല്ലെന്ന് എനിക്കറിയുന്നില്ല, അവര് ആൾക്കാർക്കുണ്ടായി. ഈ പോലീസുകാർ തല്ലിയതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ വിഷയമല്ല, അതായത് എനിക്ക് മനസ്സിലായി. ഈ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് താങ്കൾ പോലീസിനോട് പറഞ്ഞിരുന്നോ? ഞാൻ ആരോടും പറഞ്ഞില്ല. ഈ അവസരം സന്ദർഭപൂർവ്വം എന്നെ കൊണ്ടുപോയി ഇയാളുടെ വീട്ടിലോട്ട്. ഞാൻ വരുന്നില്ല പറഞ്ഞാണ്. ഈ ഹോട്ടലുടമയായ ഔസേപ്പിന്റെ വീട്ടിലേക്ക് താങ്കളെ കൊണ്ടുപോയി? എന്നെ തന്ത്രം ഞാൻ വരുന്നില്ല എന്ന് 100 വട്ടം പറഞ്ഞു. ഞാൻ വരുന്നില്ല, എനിക്ക് ഈ കേസായിട്ട് മുന്നോട്ട് പോകാനാണെന്ന് പറഞ്ഞു. അല്ലടോ, എന്റെ മകന് ഒരു അസുഖമാണ്, ആക്സിഡന്റ് കഴിഞ്ഞതാണ്. എന്റെ കൊച്ചുമോനൊന്ന് കണ്ടു നോക്ക്, എനിക്കൊരു ഹോട്ടലിൽ നല്ലൊരു ഷെഫിന്റെ ജോലി തരാ പറഞ്ഞു എന്നോട്. താങ്കൾ ഷെഫ് ആയതുകൊണ്ട് ഇതേ ഹോട്ടലിൽ ലാലീസിൽ താങ്കൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജോലി കിട്ടുന്നില്ല. ഞാൻ ദൂരെയൊക്കെ പോയിട്ട് പണിയെടുക്കണം, കോഴിക്കോടും അവിടെ ഇവിടെയൊക്കെ പോയി പണിയെടുക്കണം. അപ്പൊ എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ശരി ആയിക്കോട്ടെ പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല പറഞ്ഞപ്പോഴും ഇവര് തന്ത്രപൂർവ്വം ഇവര് വീട്ടിൽ കൊണ്ടുപോയി ഇവര് അതിൻ്റെ ഉള്ളിൽ പ്ലാൻ ചെയ്ത്
കുറെ പൈസയൊക്കെ അവര് കവറിലിട്ട് അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വണ്ടി കയറാൻ പറഞ്ഞു. അതേ വണ്ടി തന്നെ ഇവർ കയറിയത്, എന്റെ വണ്ടി തന്നെ ഇവര് ആ നിൽക്കുന്ന രണ്ടാളും കയറിയത്, ഹൗസ് വകുപ്പിന്റെ കൂടുതലുള്ള ആളും കയറിയത്. അത് കഴിഞ്ഞു ഇതിന്റെ വളവ് രണ്ടാമത്തെ വളവ് വീട്ടിൽ പോയിട്ട് എന്താ സംഭവിച്ചത്? വീട്ടിൽ പോയിട്ട് ഇവര് എന്റെ അടുത്ത് ഉള്ളിൽ കയറാൻ പറഞ്ഞു. ഞാൻ ഉള്ളിൽ കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഒരു കവർ കുറെ അടി കുറെ കവർ, ഒരു കവറിൽ കുറെ എന്തൊക്കെ പൈസ കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട്. കുറെ 50ന്റെ കെട്ടി വെക്കുന്നുണ്ട്, 100 കെട്ടി വെക്കുന്നുണ്ട്, 500 ഒരു 3000 കെട്ടി വെക്കുന്നുണ്ട്. എന്നതിന് ശേഷം എന്റെ അടുത്ത് പിടിക്കാൻ ഞാൻ എനിക്ക് വേണ്ട ഞാൻ കൈകൂപ്പുന്നുണ്ട്. ആ വീഡിയോ ഫുള്ള് ദൃശ്യങ്ങൾ നിങ്ങൾ കാണിക്കാൻ പറയും. എനിക്ക് വേണ്ട ഞാൻ വാങ്ങിയിട്ടില്ല, ഒരു പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഈ കവർ എന്നോട് പിടിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവര് രണ്ടാമത്തെ വളവ് കഴിഞ്ഞതും ആ റോഡ് എത്തുന്നതും ഒരാൾ നിൽക്കണ്ടായിരുന്നു. ഈ കവർ അയാൾക്കുടെ കയ്യിൽ കൊടുത്തു. എന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ 5 ലക്ഷം വാങ്ങിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തൂടെ? മനസ്സിലായി. പിന്നെ അവിടെ ചെന്ന് ഹൗസ് വകുപ്പിന്റെ കയ്യിൽ എഴുതിയ ലെറ്റർ പേഡിലാണ് അവിടെ കേസ് ഒത്തുകപ്പായിരിക്കും. എനിക്ക് എഴുതാനും വായിക്കാൻ അറിയില്ല. ഹൗസ് വകുപ്പ് അവിടെ എഴുതുന്നുണ്ടായിരുന്നു. ഹൗസ് വകുപ്പ് കൊടുക്കുന്നത് താങ്കൾ കണ്ടിരുന്നോ? ഈ പൈസ പോലീസുകാർക്ക് കൊടുക്കുന്നത് താങ്കൾ കണ്ടിരുന്നോ? ഇല്ല, എനിക്കറിയാൻ പാടില്ല. പോലീസുകാർക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ കേസ് എങ്ങനെയാണ് ഒത്തുതീർപ്പായത്? താങ്കളാണല്ലോ പരാതി നൽകിയത്, പരാതിക്കാരൻ താങ്കളാണല്ലോ. കേസ് ഒത്തുതീർപ്പായത് എങ്ങനെയാണ്? എനിക്ക് ജോലി തരാ പറഞ്ഞോണ്ട് ഒറ്റ വാക്കിലാണ്. എന്നിട്ട് ജോലി കിട്ടിയോ? പിന്നെ അപ്പഴേക്ക് അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് എന്നെ CI വന്ന് ചവിട്ടി കൂട്ടി എന്റെ വീട്ടിലൊന്ന് പൈസ 5 ലക്ഷം എടുക്കണോ പറഞ്ഞു. അതെടുത്ത് എന്റെ വീട്ടില് അലമാരൊക്കെ തല്ലി പൊളിച്ച് ലാസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് താങ്കളുടെ വീട് എവിടെയാണ്? പണ്ടാഴി. ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ല. ഈ പീച്ചി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ താങ്കളുടെ വീട്ടിലേക്ക്, പാലക്കാട് വീട്ടിലേക്ക് വന്നു? പാലക്കാട് വീട്ടിലോട്ട് വന്ന് വീട് അലമാര തുണിയൊക്കെ വലിച്ചു. എന്റെ അമ്മ മരിച്ചുപോയി. അതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞു. അലമാരൊക്കെ ചവിട്ടി മറിച്ചിട്ട് അസഭ്യം പറഞ്ഞ് പീച്ചി സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾ അതെടുക്കാൻ പറയും. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ എടുക്കാൻ പറയും. അതിൽ ഹൗസ് വകുപ്പ് ഇരുന്ന് ചിരിക്കുന്ന ചിരിയുണ്ട്. ഹൗസ് വകുപ്പ് ആ ഡ്രൈവറും എന്റെ മേലെ എന്നെ തല്ലി എന്റെ ചെവിക്കെല്ലാം അടിച്ചു പൊട്ടിച്ച് ഞാനത് മജിസ്ട്രേറ്റ് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. എന്നെ ജയിലിലേക്ക് ആക്കി വരും. ഹൗസ് വകുപ്പ് ഇരുന്ന് ചിരിക്കുന്നതും അതേപോലെ ഹൗസ് വകുപ്പിന് കൂടുള്ള ഡ്രൈവറും കൂടി ചിരിച്ച് CI ചവിട്ടുന്നത് CI കൂടി ചിരിച്ച് കൈ കൊടുക്കുന്നതും ഭയങ്കര ജാളിയ വർത്തമാനം പറയുന്നതും അവ ആ ദൃശ്യങ്ങളുണ്ട്. അതൊന്ന് വിവരാവകാശ കമ്മീഷൻ സാറിനോട് പറഞ്ഞൊന്ന് പുറത്തെടുക്കാൻ പറയും. അതിൽ എന്നെ തല്ലി ഡിസൈനുണ്ട്. അതിൽ CI എന്നെ തല്ലി എന്റെ ചെവിട് രതീഷല്ല, ശുക്കൂർ. മറ്റേ രതീഷ് SI അല്ലേ? മണ്ണൂത്തിലെ CI എന്നെ അടിച്ച് ചെവിക്കെല്ലാം അടിച്ച് പൊട്ടിച്ച് എന്നെ ജയിലിലേക്ക് വേദന താങ്ങാൻ പറ്റാതെ ഞാനത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുത്ത് ആ കടലാസ് ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതി സമയത്ത് അങ്ങോട്ട് കേസ് കൊടുത്ത് അങ്ങോട്ട് വരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ പരാതി കൊടുക്കുന്നത് വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു അല്ലേ? ശനിയാഴ്ച. അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ പാലക്കാടേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ പോലീസുകാർ വരുന്നത്? പോലീസുകാർ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നത്. എന്നിട്ട് താങ്കളെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് എന്നെ ഒരു ദിവസം മറ്റേ നമ്മുടെ ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ഒരു ലോക്കപ്പിൽ രാത്രി ഇട്ടു. ഒരു ദിവസം മുഴുവൻ രാത്രി പോലീസ് സ്റ്റേഷനിൽ ഇട്ടു? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷനില്ല, അതിന്റെ അപ്പുറത്ത് വിയൂര് ജയിൽ പോലില്ലേ, അവിടെ കൊണ്ട് ഒരു ദിവസം ഫുള്ള് ഡ്രസ്സൊന്നും ഇല്ലാതെ ഷെഡ് മാത്രം ഇട്ടിട്ട് എന്നെ അവിടെ കിടത്തി. ഈ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ജഡ്ജിയുടെ അടുത്തേക്ക് എങ്ങനെ കൊണ്ടുപോയിരുന്നോ? ഇല്ല, ജഡ്ജിന്റെ അടുത്ത് കൊണ്ടുപോയില്ല. അന്ന് ആ രാത്രി എന്നെ അവിടെ കിടത്തി. അതിന്റെ പിറ്റേ ദിവസം വൈകുന്നേരത്തെ 6 മണിക്കാണ് ജഡ്ജിന്റെ ചേംബറിലേക്ക് കൊണ്ടുപോയത്. ഒരു ദിവസം മുഴുവൻ 1.5 ദിവസം നിങ്ങളെ മുഴുവൻ ജയിലിലിട്ടു? 1.25 ദിവസം തന്നെ ഫുള്ള് ജയിലിലിട്ടു. ആ സമയം എപ്പോഴാണ് നിങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഔസേപ്പിനെ കാണുന്നത്? ഔസേപ്പിനെ കാണുന്നത് എന്നെ തല്ലുന്ന സമയത്ത് എന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു കുറ്റം സമ്മതിച്ചാൽ മതി, നിന്നെ വെറുതെ വിടാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹലോ, എന്ത് കുറ്റമാണ് സമ്മതിക്കേണ്ടിയിരുന്നത് ദിനേശൻ? പൈസ വാങ്ങിയെന്നോ?
പൈസ വാങ്ങിയെന്ന് പറഞ്ഞ നിന്നെ വെറുതെ ഇവിടെ പറഞ്ഞു. ഞാൻ സമ്മതിക്കേണ്ട കാര്യമില്ല, ഞാൻ ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞു. ഉം. അങ്ങനെ ഇവര് എന്നെ അന്ന് എന്നെ അടിച്ച് അവിടുന്ന് അടിച്ചതിന് ശേഷം എന്നെ ജയിലിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ജയിലിലും കിടന്നു. ഈ ഹൗസ് വകുപ്പ് അവിടെ നിന്ന് ചിരിക്കുന്നത് കാണാം. നിങ്ങൾ ആ CCTV എടുക്കാൻ പറയൂ മനുഷ്യാവകാശ കമ്മീഷനോട്, അതും കൂടി എടുക്കാൻ പറയും. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ആ റെക്കോർഡ് ഉണ്ടാവുമല്ലോ. മനസ്സിലായി, റെക്കോർഡ് ഉണ്ടാവണല്ലോ. ആ സമയത്ത് ഷുക്കൂറും ഈ ഹൗസ് വകുപ്പും ഇരുന്ന് കൈകൊട്ടി ചിരിക്കുന്നതെല്ലാം എന്റെ കാല് വെച്ച് ചവിട്ടി എന്നെ അടിച്ച് വീഴ്ത്തിയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പറയുന്ന ഔസേപ്പ് താങ്കളുടെ കാലിൽ ചവിട്ടി നിന്നു പോലീസുകാരുടെ മുന്നിൽ. ഹൗസ് വകുപ്പല്ല, CI ഷുക്കൂർ, മണ്ണുത്തി CI അല്ലേ? അതെ അതെ അതെ. എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളെ പരാതി സമ്മതിക്കില്ല എന്ന് പറഞ്ഞു, അപ്പൊ പിന്നെ എങ്ങനെയാണ് പുറത്തിറങ്ങിയത്? എങ്ങനെയാണ്? എന്നെ ജയിലിൽ കൊണ്ടുപോയി. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് ജയിലിൽ കൊണ്ടിട്ടു. ജയിലിൽ കൊണ്ടിട്ടു. എത്ര ദിവസം കിടക്കേണ്ടി വന്നു? 2 ദിവസം. 2 ദിവസം. അത് കഴിഞ്ഞ് ഈ ഹൗസ് വകുപ്പ് ഞാനും കൂടിയിട്ട് ഹോട്ടലിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയുന്നില്ലേ? ഈ ഹൗസ് വകുപ്പ് അവിടെ ഇരുന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് എഴുതുന്ന ഫുള്ള് ദൃശ്യങ്ങൾ എന്റെ അയാളുടെ കൈവശവും അയാളാണ് എഴുതുന്നത്. ദിനേശിന്റെ പരാതിയില്ല എന്നൊക്കെ ആ പുള്ളിക്കാരൻ എഴുതുന്ന ഞാൻ പറഞ്ഞു കേൾക്കൂ. ആ പുള്ളി എഴുതുന്ന ഫുള്ള് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. രണ്ടാമത്തത്, ഞാനും ഹൗസ് വകുപ്പും കൂടി സംസാരിക്കുന്നത് വീഡിയോ റെക്കോർഡുണ്ട്. താങ്കളുടെ കയ്യിലുണ്ടോ ആ റെക്കോർഡ്? എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതൊന്നും ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുമോ? എന്റെ ഹോട്ടൽ ഉടമ നിങ്ങളെ തല്ലിയതിനെ ഞാൻ മാപ്പ് പറയുന്നു, സോറി, അത് നിങ്ങൾ ക്ഷമിക്കണം, അത് അറിയാണ്ട് പറ്റിപ്പോയി, നമുക്ക് ഇത് ഒത്തുതീർപ്പാക്കാൻ വെച്ചപ്പോ അങ്ങനെയാണ് ഇത് ഒത്തുതീർപ്പായത്. എനിക്ക് ആ ദൃശ്യങ്ങളൊന്ന് അയച്ചു തരാൻ പറ്റുമോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ? അത് കോടതിയിൽ കേസ് നിലനിൽക്കെ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഞാൻ കോടതിയിൽ ഹാജരാക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഓ, മനസ്സിലായി. താങ്കളുടെ കയ്യിൽ ഈ ദൃശ്യങ്ങളും തെളിവുകളും ഒക്കെ ഉണ്ട്? എല്ലാ തെളിവുകളും ഉണ്ട്. അയാള് പൈസ വേണോ ചോദിക്കും, ഞാൻ കൈ തൊഴുന്നുണ്ട്, എനിക്ക് പൈസ വേണ്ട, എനിക്ക് ജോലി മതി എന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആ ദൃശ്യങ്ങൾ നേരെ കണ്ടു നോക്കൂ. ഞാൻ പുറത്തു വന്നുള്ളൂ തോന്നുന്നു. അല്ലല്ല, ഇത് ഇപ്പൊ ഞാൻ കണ്ടു. എനിക്ക് പൈസ വേണ്ട, അവരെ കൈ കൂട്ടി തൊഴുകുന്നുണ്ട് അങ്ങനെ, എനിക്ക് ജോലി മതിന്ന്. അപ്പൊ ഇവര് എടുത്തൊരു നാടകമാണ് എന്നെ കൊടുക്കാനായിട്ട്. എനിക്ക് അത് കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ കിടക്കുന്ന കേസല്ലേ അത്, കോടതി തീരുമാനിക്കും. നമ്മൾ അതിന് ശേഷം അന്ന് അടിച്ചതിന് ശേഷം ഇത്രയും ദിവസം വരെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാനൊരു ക്യാൻസർ രോഗിയും കൂടിയാണ്. അത് തലയ്ക്ക് അടിച്ചിട്ട് ബ്ലഡ് കെട്ടി അത് അവിടെ കോട്ടായി, ഇപ്പൊ ക്യാൻസറായി, ഇപ്പൊ ഞാൻ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവായി ഒന്ന് തുടരുക ശ്രീ ദിനേശൻ. താങ്കൾ പറഞ്ഞതുകൊണ്ട് ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചർച്ചയാകേണ്ട ഒരു വിഷയമായിരുന്നു.